ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നമുക്കിന്ന് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴമീൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അത് കൊണ്ടുവന്നപ്പോൾ ഇപ്പം പറഞ്ഞു അത് നല്ലതുപോലെ ഒന്ന് തേങ്ങ അരച്ച് കറിയൊക്കെ വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി വെക്കും ചെയ്യണം, പിന്നെ കുറച്ച് പൊരിക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറി വെക്കാനുള്ളത് വേറെയും പൊരിക്കാനുള്ളത് വേറെയും വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും പുഴമീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചട്ടിയാണ് കേട്ടോ അത്. അതിൽ പിന്നെ പുളിയാണ് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുളി അതിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് കാരണം മുളക് പൊടി കുറച്ചിട്ടാൽ മതി. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇത് വേവിക്കാൻ വെക്കട്ടെ. തക്കാളിയും പച്ചമുളകും വെന്ത് വരുന്നത് വരെ അത് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൊരിക്കാനുള്ള മീനിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിക്ക് ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ അരച്ചിട്ട് അതും കൂടി ചേർക്കും. അപ്പോഴേക്കും ഞാൻ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് വലിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മീനിക്ക് മസാലയ്ക്കുള്ളതാണ് കേട്ടോ ഈ അരച്ചെടുക്കുന്നത്. അതും കൂടെ അരച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് മീൻ അടിപൊളിയായിട്ട് മസാല തേക്കട്ടോ. അങ്ങനെ മസാല തേച്ച് കഴിഞ്ഞാൽ മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി കുറച്ചധികം ചേർത്താൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുക. നമ്മൾ ഈ മീൻ അതേപോലെ കിളിമീനൊക്കെ കറി വെക്കുമ്പോൾ ഈ മീൻ ഇടണോട് കൂടിയിട്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ച അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മീനിന് വേവ് കുറവാണല്ലോ. അപ്പോൾ മീനിന് വേവ് കുറവായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്മളിതൊന്ന് തളിച്ച് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടെ പാർന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേന് മീൻ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ മീൻ ഇട്ടുകൊടുത്തോട് കൂടി തന്നെ നമ്മൾ ഈ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ഒന്ന് തളിച്ച് വരുമ്പോൾ രണ്ടിൻ്റെയും കൂടി വേവപ്പായിക്കോളൂ കേട്ടോ. ഞാൻ ഈ മീൻ കറി റെഡിയാക്കുമ്പോഴത്തേന് ഇമ്മ ഇവിടെ പപ്പടും മുളകൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ. പപ്പടും മുളകൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡിയായി ഇതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഏത് ചട്ടിയാണെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് ഉടയാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മീനിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വിതറി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിക്ക് ഉള്ളിയൊന്നും അരക്കണില്ലെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ മീനൊക്കെ അടിപൊളിയായി വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് തന്നെ ഇനി ഞാൻ ഇതിക്കൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഇതിക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പുഴമീൻ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുഴമീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ കേബേജാണ് കേട്ടോ. ഇത് നമ്മളെ ഈ നീല കളറുള്ള കേബേജ് ഉണ്ടല്ലോ. പിന്നെ നല്ല ചുട്ടരച്ച മുളക് ഇട്ടിട്ടുള്ള ചമ്മന്തിയും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.